ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് എ പോയിന്റ് ഓൺ ദ y ആക്സിസ് വിച്ച് ഈസ് ഈക്വിഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് A 6,5 ആൻഡ് B -4,3. അപ്പോൾ y ആക്സിസിലെ പോയിന്റ് ഇതിൽ രണ്ടിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോയിന്റ് ഓൺ ദി y ആക്സിസ്. നിങ്ങൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കുക. y ആക്സിസിലാണ് പോയിന്റ്. y ആക്സിസിലാണെങ്കിൽ കോർഡിനേറ്റ് എന്തായിരിക്കും? y ആക്സിസിലാണെങ്കിൽ 0,y ആയിരിക്കും നമ്മുടെ പോയിന്റ്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്കിങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ദ ആക്സിസിലാണെങ്കിൽ, എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഏത് ആക്സിസിലാണെങ്കിലും, ഇനി വൈ ആക്സിസിലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വൈയിലാണ് പോയിന്റ്. അപ്പോൾ എക്സ് എന്തായിട്ടാണ് വരിക? 0 ആയിട്ടാണ് വരിക. അപ്പോൾ കോർഡിനേറ്റ് 0,y ആയിരിക്കും. ഇനി എക്സ് ആക്സിസിലാണ് എങ്കിൽ നമ്മളെപ്പോഴും കോർഡിനേറ്റ് എഴുതുമ്പോൾ എക്സ് കോർഡിനേറ്റ് ആദ്യവും വൈ കോർഡിനേറ്റ് രണ്ടാമതുമാണ് എഴുതുക അല്ലേ. അപ്പോൾ വൈ ആക്സിസിലെ പോയിന്റിന് എക്സ് 0 ആയിരിക്കും. ഇനി എക്സ് ആക്സിസിലാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതും. അപ്പോൾ എക്സിൽ എത്രയാണോ അത് എഴുതും. വൈ എപ്പോഴും 0 ആയിരിക്കും. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. അപ്പോൾ പോയിന്റ് ഓൺ ദി വൈ ആക്സിസ്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് എന്താണ്? 0,y. അപ്പോൾ ഈ 0,y എന്ന് പറയുന്നത് ഇതിൽ രണ്ടിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ 0,y എന്നുള്ളത് നമുക്ക് എന്തായിട്ടെടുക്കാം? പി ആയിട്ടെടുക്കാം. അടുത്തത് രണ്ടും എയും ബിയുമാണ്. അപ്പോൾ പി 0,y എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ പി ഈസ് ഈക്വൽ ടു ബി പി അല്ലെങ്കിൽ പി ബി അല്ലേ. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? ആദ്യമേ അങ്ങ് സ്ക്വയർ ചെയ്യണമെന്നാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ എഴുതാം? ലെറ്റ് P 0,y be equidistant from A 6,5 and B -4,3. Therefore, AP is equal to PB. AP is equal to PB അല്ലെങ്കിൽ BP അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് കഴിഞ്ഞ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞത്? ഇതിനെ നമ്മൾ AP സ്ക്വയർ ഈസ് ഈക്വൽ ടു PB സ്ക്വയർ എന്ന് എഴുതണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് റൂട്ട് വരും, പിന്നെ അത് സ്ക്വയർ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മളങ്ങ് സ്ക്വയർ ചെയ്ത് എഴുതിയാൽ നമ്മുടെ പ്രശ്നം ഇവിടെ തന്നെ സോൾവ് ആകും കേട്ടോ. അപ്പോൾ AP എന്ന് പറയുമ്പം എയും പിയും കൂടെയുള്ള പോയിന്റുകൾ എടുക്കും. അപ്പോൾ എന്ത് വരും? എന്താണ്? നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ കുറേ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത് കേട്ടോ. എ പി കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് എയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദി ഹോൾ സ്ക്വയർ. തിരിച്ച് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എ പി സ്ക്വയർ എന്ത് വരും? ദാറ്റ് ഈസ് എ പി എന്ത് വരും? 6 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 - y ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ റൂട്ട് വരാത്തതിൻ്റെ കാര്യം ഇവിടെ സ്ക്വയർ ചെയ്തത് കൊണ്ടാണ് കേട്ടോ. എ പി സ്ക്വയർ എന്നാക്കിയത് കൊണ്ടാണ്. എ പി ആണ് നമ്മൾ റൂട്ട് ഇട്ട് എഴുതുക. അപ്പോൾ എ പി സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ട് ക്യാൻസൽ ആയിപ്പോൾ. ഇനി അടുത്തത് പി ബി സ്ക്വയർ എന്ത് വരും? -4 അല്ലെങ്കിൽ 0 - -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് y -3 ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ഇതെന്ത് വരും? 6 സ്ക്വയർ ഈസ് 36. ഇവിടെ 0 ആയതുകൊണ്ട് ഈ ഒറ്റ ടേമേ ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ. പ്ലസ് 5 സ്ക്വയർ ഈസ് 25 - 10y പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇവിടെ 0 ആയതുകൊണ്ട് 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6y
പ്ലസ് 9. വൈ സ്ക്വയർ രണ്ടിടത്തും പോസിറ്റീവാണ്, അതുകൊണ്ടത് ക്യാൻസലായിട്ട് പോകും. ഇനി വൈ ഉള്ളതെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതും, കോൺസ്റ്റൻറ്റുകളെല്ലാം ഒരുമിച്ച് എഴുതും. അപ്പോൾ നെഗറ്റീവ് 10y പ്ലസ് 6y. നെഗറ്റീവ് 6y LHSൽ വന്നപ്പോൾ പ്ലസ് ആയിട്ട് മാറി. ഇസ് ഈക്വൽ ടു 16 പ്ലസ് 9 ഈസ് 25. ഇത് രണ്ടും കൂടി ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 36 മൈനസ് 25. 25 മൈനസ് 25 0 ആയിട്ട് പോവും. ഇത് രണ്ടും കൂടെ നെഗറ്റീവ് 4y ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 36. y ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 36 മൈനസ് 4 ഈസ് ഈക്വൽ ടു 9. y ഈസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഫൈൻഡ് ദ പോയിൻ്റ് ഓൺ ദി വൈ ആക്സിസ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മളോട് പറഞ്ഞത്. അപ്പോൾ പോയിൻ്റ് എന്ത് വരും? സോ ദ റിക്വയർഡ് പോയിൻ്റ് ഈസ് 0,9. 0, y ആയിരുന്നു നമ്മൾ എടുത്തത്. വൈയുടെ പ്ലേസിൽ നമ്മൾ 9 ഇട്ട് കൊടുത്തു. അപ്പോൾ 0,9 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ആൻസർ വരും. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഓരോ ഇക്വേഷനും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാനതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു നോക്കുക. ഇനി നമുക്ക് എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.